ഇങ്ങനെയുള്ള കാര്യത്തിന് കൃത്യമായിട്ട് ഏതറ്റം വരെ പോയാലും ഇവരെയൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷ മേടിച്ചു കൊടുക്കും ഞങ്ങളത്. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നത്. എന്ത് വൃത്തികേട് ചെയ്തു കഴിഞ്ഞാലും ഏത് നിയമം കയ്യിലെടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന MLAയും ഇവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതിയും സംരക്ഷിച്ചു കൊള്ളുമെന്നുള്ളത്. ഇപ്പോൾ ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ 2015 2020 മത്സരിച്ചപ്പോൾ 19 സീറ്റുകളിൽ 17 സീറ്റ് 2020യും 1 സീറ്റ് സ്വതന്ത്രനും 1 സീറ്റ് കോൺഗ്രസുമാണ് വിജയിച്ചത്. 2020 മത്സരിച്ചപ്പോൾ 19 18 സീറ്റ് 2020യും 1 സീറ്റ് കോൺഗ്രസുമാണ് വിജയിച്ചത്. ഈ 2 ഇലക്ഷനിലും, അതായത് കഴിഞ്ഞ 9 വർഷമായിട്ട് ഒരു പ്രതിനിധി പോലും CPMനില്ല. ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരു അടിയന്തര കമ്മിറ്റി, അതായത് ഈ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിയിട്ട് വാഹനങ്ങൾ കയറണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട് വെച്ചിരുന്നു. അങ്ങനെ 4:30 മണിക്ക് കമ്മിറ്റി തുടങ്ങി. 5 മണിയായപ്പോഴത്തേക്കും കമ്മിറ്റി തീർന്നു. സാധാരണ രീതിയിൽ കമ്മിറ്റി തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ തീരുമാന രജിസ്റ്ററിൽ ഉടനെ തന്നെ സെക്രട്ടറി എഴുതണം. ആ തീരുമാനം എഴുതി അധ്യക്ഷൻ, അതായത് പ്രസിഡന്റ് ഒപ്പിടണം, സെക്രട്ടറി ഒപ്പുവെക്കണം. അതിൻ്റെ കാർബൺ കോപ്പി പ്രസിഡന്റിന് കൊടുക്കണം. 1 കോപ്പി നോട്ടീസ് ബോർഡിലും ഇടേണ്ടതാണ്. അതാണ് നിയമം പറയുന്നത്. അപ്പോൾ കമ്മിറ്റി തീർന്നപ്പോൾ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും പറയുകയാണ്, തീരുമാന രജിസ്റ്റർ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ MLAയുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ CPMൻ്റെ ആവശ്യപ്രകാരം അത് അവിടെ നിന്ന് മുക്കിയിരിക്കുക. ഒരു തീരുമാന രജിസ്റ്റർ, ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് തീരുമാന രജിസ്റ്റർ എന്ന് പറയുന്നത് അവിടെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളുടെ ആദ്യ ഡോക്യുമെൻ്റാണത്. ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ FIR പോലെയാണത്. അതിൻ്റെ ആദ്യ ഡോക്യുമെൻ്റാണത്. ആ ബുക്ക് അവിടെ നിന്ന് മുക്കിയിരിക്കുന്നവരത്, അത് എടുത്തുകൊണ്ടുപോയിരിക്കുന്നത്, അതല്ലെങ്കിൽ നശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അത്രമാത്രം ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനകളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് പറ്റില്ല, അത് എഴുതിയേ പറ്റൂ. അങ്ങനെ മണിക്കൂറുകൾ കഴിയുന്നു. കമ്മിറ്റി യോഗം പിരിച്ചു പറഞ്ഞാൽ തന്നെ ഇതെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമേ പാടുള്ളൂ. മണിക്കൂറുകൾ കഴിയുന്നു. 8 മണിയായപ്പോൾ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊണ്ടുവരികയാണത്. അത് പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. ഒരു വെള്ള പേപ്പറിന് യാതൊരു നിയമസാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഒരു 9 മണിയോട് കൂടിയിട്ട് ഇതേ ഹൈക്കോടതിയുടെ കേസിൽ പ്രതികളായിട്ട് വെച്ചിരിക്കുന്ന ആളുകൾ, അതായത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ മാർക്സിസ്റ്റ് ഗുണ്ടകൾ പോലീസിനെ അടക്കം വന്നിട്ട് പഞ്ചായത്തിനകത്തേക്ക് കയറുക. രാത്രി 9 മണിക്ക് അകത്ത് കയറിയിട്ട് സ്ത്രീകളായിട്ടുള്ള എല്ലാ മെമ്പർമാരെയും ഭീഷണിപ്പെടുത്തുന്നു, ആക്രമിക്കുന്നു. ആ സാഹചര്യത്തിൽ പോയി അവിടെ ഒരു വലിയൊരു ഭീകര അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചത്. തെറി വിളിക്കുന്നു. അപ്പോൾ പോലീസ് നോക്കി നിൽക്കുന്നു. പോലീസിനെ കൊണ്ട് വന്നിട്ടാണ് അവർ ചെയ്യുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഇവരെ വിളിച്ചു വരുത്തിയത് തന്നെ ഈ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ സെക്രട്ടറിയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയെ തന്നെ 2020യുടെ ഭരണം നിശ്ചലമാക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുക. ഇവർ രണ്ടുപേരും MLAയുടെയും ഇവിടുത്തെ CPM നേതാക്കന്മാരെ റിമോട്ട് കൺട്രോളിലാണ് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എഴുതി അടിച്ചു കൊടുത്ത തീരുമാനം എഴുതേണ്ടതിന് പകരം ഇതിൻ്റെ കോപ്പി എടുത്ത MLAയ്ക്കും CPM നേതാക്കന്മാർക്കും അയച്ചു കൊടുക്കുകയാണ്. അവർ പറയുന്നതനുസരിച്ച് തിരുത്തലുകൾ വരുത്തുന്നു, മാറ്റം വരുത്തുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് 10 മണിയോടുകൂടി ഇവർ ഇറങ്ങിപ്പോവാണത്. ഇറങ്ങിപ്പോയിട്ട് പറയുകയാണ്, ഞങ്ങൾ കമ്പ്യൂട്ടറിൽ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്തേക്കാം. അങ്ങനെ 11 മണിക്കായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി, അതായത് പഞ്ചായത്ത് കമ്മിറ്റിയിലെ 18 അംഗങ്ങൾ കൂടി എടുത്ത തീരുമാനം അട്ടിമറിച്ച് മാറ്റി എഴുതിയിരിക്കുക മൊത്തമായിട്ട്. അതായത് പാർട്ടി സഖാക്കളും MLAയും എഴുതി കൊടുത്ത തീരുമാനം അതിൽ എഴുതി ചേർത്തു. ഇത് ബീഹാറിലോ അല്ലെങ്കിൽ UPയിലോ അല്ല നടക്കുന്നത്, കേരളത്തിലാണത്. ഒരു പഞ്ചായത്ത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പഞ്ചായത്ത്, അതും 19-18 പേര് കൂടി എടുത്ത ഒരു തീരുമാനം എഴുതി നടപ്പാക്കേണ്ട സെക്രട്ടറി അത് പാർട്ടി ഓഫീസിട്ടും ഇവിടുത്തെ പാർട്ടി MLAയുടെ അടുത്തേക്കും അയച്ചു കൊടുത്തിട്ട് അവരെഴുതി തരുന്ന തീരുമാനം റെക്കോർഡിൽ എഴുതി ചേർക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമില്ല.
CPM-കാരെ ഏൽപ്പിച്ചാൽ മതി. ഈ പഞ്ചായത്തുകളൊക്കെ ഇത്രയും തെരഞ്ഞെടുപ്പ് നടത്തി ഇത്രയും വലിയ ചെലവ് കേരളത്തിന് എന്തിനാണ് അടിച്ചേൽപ്പിക്കുന്നത്? അവിടെ ഒരു ഭരണ സംവിധാനത്തിന്റെ ആവശ്യമില്ല. അതാത് പഞ്ചായത്തുകൾ ഏരിയകളിലുള്ള CPM-കാരും MLA-യും കൂടി ഭരിക്കട്ടെ. അവിടെ സെക്രട്ടറി ഉണ്ട്, അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ട്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ ആവശ്യം അവിടെയില്ല. കാരണം പ്രതിനിധികൾ എടുക്കുന്ന തീരുമാനമല്ല, പാർട്ടി ഓഫീസിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന തീരുമാനം നടപ്പിലാക്കുന്ന സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും, അവരെ സംരക്ഷിക്കുന്ന MLA-യും ഭരണ സംവിധാനവും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളം നാളെ ഒരു ബീഹാറായാൽ അതിശയിക്കാനില്ല. ഈ ഭരണ സംവിധാനങ്ങളെല്ലാം ഇവർ പിടിച്ചെടുക്കും. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡറിലും പറഞ്ഞത്. ആൾക്കൂട്ടം ഇതുപോലെയുള്ള ഭരണ സംവിധാനത്തെ പിടിച്ചെടുക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിനെതിരാണത്. നാളെ അത് പഞ്ചായത്തിൽ നിന്ന് സംസ്ഥാനത്തിലേക്കും സംസ്ഥാനത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിലേക്കും പോകും. അതുകൊണ്ട് അടിച്ചമർത്തണം എന്ന് പറഞ്ഞത്. പക്ഷെ അതിന് പകരം ഇത്രയെല്ലാം ഉത്തരവുകൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടും അതിന് ഒരു വിലയും കൽപ്പിക്കാതെ ഭരണത്തിന്റെ ധാർഷ്ട്യം വെച്ചിട്ട് വോട്ട് ചെയ്തവരെ മണ്ടന്മാരാക്കിക്കൊണ്ട് അവരെ അവഹേളിച്ചുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്താലും വോട്ട് ചെയ്തവരല്ല ഭരിക്കേണ്ടത്, ഞങ്ങൾ ഭരിക്കും എന്നുള്ളതാണ് ഇവര് ഇതിൽ കൂടി കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ഇത് തിരിച്ചറിയണം. ഇങ്ങനെയുള്ള കൊള്ളക്കാരെ അല്ലെങ്കിൽ തെമ്മാടികളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഈ രാജ്യം, നമ്മുടെ സംസ്ഥാനം ആപത്തിലേക്കാണ് പോകുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ആണ് ഇത് മറുപടി കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നവരെ ഞങ്ങൾ അറബിക്കടലിൽ എടുത്ത് എറിയും എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ ഭാവി ആപത്തിലാണ്. ഇപ്പോൾ ഇതുമായിട്ട് ഞങ്ങൾ നിയമപരമായിട്ട് എല്ലാ നടപടികളും, ഇപ്പോൾ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അസിസ്റ്റന്റ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ സെക്രട്ടറിക്ക് ഷോക്കോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിയമ നടപടികൾ ഇട്ട് പോവുകയാണത്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു തോന്നലുണ്ട്, എന്ത് വൃത്തികേട് ചെയ്തു കഴിഞ്ഞാലും, ഏത് നിയമം കയ്യിലെടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന MLA-യും ഇവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതിയും സംരക്ഷിച്ചു കൊള്ളുമെന്നുള്ളത്. അത് നടപ്പിലായാൽ വലിയൊരു ആപത്താണത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിന് കൃത്യമായിട്ട് ഏതറ്റം വരെ പോയാലും ഇവരെയൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷ മേടിച്ചു കൊടുക്കും ഞങ്ങളത്. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇതിപ്പോൾ ആദ്യഘട്ടമാണത്. ഇനി കോടതിയെ സമീപിച്ച് ഈ ഇന്നത്തെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാനായിട്ടുള്ള ഓർഡറുകൾ ഞങ്ങൾ മേടിച്ച് ഈ ബസ് സ്റ്റാൻഡ് പണി പൂർത്തിയാക്കും. ജനങ്ങൾക്ക് അത് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കാമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.